വളരെ ദാരുണവും കരളലിയിപ്പിക്കുന്നതുമായ വാർത്തകളാണല്ലോ വയനാട് നിന്നും നാം കേൾക്കുന്നത്. കൂടപ്പിറപ്പുകളെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റ് സാമഗ്രികളും പോലെ തന്നെ മാനസികമായ പിന്തുണയും നൽകേണ്ടതുണ്ട്. അതിൽ പല ആളുകൾക്കും തീവ്രമായ മാനസിക സമ്മർദ്ദങ്ങളും ഒറ്റപ്പെട്ടു എന്ന ചിന്തയും ഉണ്ടായേക്കാം. ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിൽക്കുന്നവരെ മാനസിക പിന്തുണ നൽകി ചേർത്തു പിടിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ സുഹൃത്തുക്കളും പരിചയക്കാരുമൊക്കെ ദുരന്തബാധിത പ്രദേശങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഉണ്ടെങ്കിൽ അവരെ ഫോണിലൂടെയോ കഴിയുന്ന രീതിയിലൊക്കെയോ മാനസിക പിന്തുണയും പ്രതീക്ഷയും നൽകാൻ ശ്രമിക്കാം. സൈക്കോ സോഷ്യൽ ഫസ്റ്റ് എയ്ഡ് നൽകാൻ വിദഗ്ധരായ സൈക്കോളജിസ്റ്റുകൾക്കായി കാത്തിരിക്കണമെന്നില്ല. ദുരന്തബാധിതരെ സഹാനുഭൂതിയോടെ ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്യുക. അവരുടെ വികാരങ്ങളും ആശങ്കകളും പ്രകടിപ്പിക്കാൻ സമയം നൽകുക. രക്ഷപ്പെട്ടവരെ സുരക്ഷിതരാണെന്ന് ബോധ്യപ്പെടുത്തുകയും പുതപ്പുകൾ, വെള്ളം, ഭക്ഷണം, സാധ്യമെങ്കിൽ ശാന്തമായ ഇടം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിയ ശേഷം അവരുടെ മാനസിക പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് സഹായിക്കുക. കൂടുതൽ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു എന്ന് തോന്നുന്നവർക്ക് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം ലഭ്യമാക്കാനും ശ്രമിക്കാം. എല്ലാവിധ പിന്തുണയും നൽകി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളാൽ കഴിയുന്നത് നമുക്ക് ചെയ്യാം.